ഗൈസ്, ഇന്നാണ് നമ്മുടെ ഹണിയുടെ സർജറി. രാവിലെ 9 മണിക്ക് തന്നെ ഹണീനെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ നമ്മുടെ ഹണീനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാണ്. ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട് ഗൈസ്. ആദ്യം തന്നെ നമ്മുടെ ഹണിയുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യും. ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് എല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രമേ സർജറി ചെയ്യുള്ളൂ. കാരണം എല്ലാം നോർമൽ ആണെങ്കിൽ മാത്രമേ നമ്മൾക്ക് അനസ്തേഷ്യ കൊടുക്കാൻ പറ്റുള്ളൂ. പോകുന്ന വഴിയാണെങ്കിൽ ഹണി ഭയങ്കര കരച്ചിലാണ് ഗൈസ്. കാരണം ഹണിക്ക് മനസ്സിലായെന്ന് തോന്നുന്നു നമ്മളിന്ന് ഹണിനെ സർജറിക്ക് കൊണ്ടുപോവാണ്. എൻ്റെ മെയിൻ വിഷമം എന്താണെന്നറിയോ ഗൈസ്, നമുക്ക് ഹണിയുടെ കൂടെ അവിടെ ഹോസ്പിറ്റലിൽ നിൽക്കാൻ പറ്റില്ല ഗൈസ്. രാവിലെ ഹണീനെ അവിടെ നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ട് വരണം. ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് വന്ന് ഹണിയുടെ സർജറിയും കഴിഞ്ഞ് അനസ്തേഷ്യയുടെ എഫക്റ്റും കഴിഞ്ഞ് ഹണീനെ നമുക്ക് തിരിച്ച് കിട്ടുമ്പോഴേക്കും ഇനി ഏകദേശം വൈകുന്നേരം ഒരു 7-8 മണിയാവും ഗൈസ്. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലെത്തി ഗൈസ്. ഹോസ്പിറ്റലിലെത്തി ഇനിയിപ്പോൾ നമ്മൾ ഹണീനെ നമ്മൾ ഡോക്ടർക്ക് കൊടുക്കാൻ പോവാണ്. സത്യം പറഞ്ഞാൽ ഹണി എൻ്റെ ലൈഫിലേക്ക് വന്നിട്ട് ഏകദേശം 3.5-4 വർഷം ആവാറായി. ഇതുവരെ ഹണിക്ക് ഇതുപോലൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. നമ്മൾ വാക്സിനൊക്കെ എടുക്കാൻ ഹണീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെങ്കിലും ഇതുപോലൊരു അസുഖം വന്നിട്ട് ഹണീനെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് ഫസ്റ്റ് ടൈമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം നല്ല ടെൻഷനും ഉണ്ട്. സർജറിക്കുള്ള കൺസെൻ്റ് ഒക്കെ സൈൻ ചെയ്ത് വാങ്ങിച്ചിട്ടോ ഗൈസ് അവരെൻ്റെ കയ്യിൽ. അങ്ങനെ നമ്മുടെ ഹണീനെ ചെക്കപ്പിനും സർജറിക്കൊക്കെ ആയിട്ട് അവർ കൊണ്ടുപോവാണ് ഗൈസ്. ഇനി ഓരോ 1 അവർ കൂടുമ്പോൾ അവർ ഹണിയുടെ കാര്യങ്ങളെല്ലാം എൻ്റെ മെസ്സേജിൽ കൂടെ അപ്ഡേറ്റ് ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഹണീനെ അവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോരാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല ഗൈസ്.